തൊളിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി പോകുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും യാതൊരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുകയില്ല. തൊളിക്കോട് ഗവൺമെന്റ് LP സ്കൂളിലാണ് ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. SHO രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചിലർ പറയും ക്ലാസ്സിൽ നമ്മൾ ടീച്ചർമാരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വെറുതെ ഇരുന്നാൽ അതിനുശേഷം വീട്ടിൽ പോയിട്ട് പാഠപുസ്തകം പഠിച്ചാൽ മതി. ശരിയാണോ? ആണോ? അല്ലേ? ചിലർ പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ കളയണം, അല്ലേ? ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ കളയണം, പിന്നെ ഒന്നും ശ്രദ്ധിക്കേണ്ട, കുഴപ്പമില്ല, വീട്ടിൽ പോയി പഠിച്ചാൽ മതി. ആണോ? ചെറിയ ഉദാഹരണം പറഞ്ഞോളൂ. നമ്മൾ വീട്ടിലെ ഇപ്പം ഏത് മതത്തിലുള്ളവരായാലും ശരി, വൈകിട്ട് സന്ധ്യാനാമം ചൊല്ലുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ ബൈബിൾ വായിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ പള്ളിയിലെ നമ്മൾ ഖുർആൻ, ഇതൊക്കെ നമ്മൾ കേട്ടല്ലേ പഠിക്കുന്നതാണോ? കേട്ട് കയറും. ആദ്യം ഒന്ന് കേൾക്കും, പിന്നീട് വായിച്ച് മനസ്സിലാക്കും. ശരിയല്ലേ? ആണോ? ഇപ്പൊ ടെക്നോളജി ഒക്കെ മാറി പിള്ളേർ മൊബൈലിൽ പോകുന്നു, മൊബൈലിൽ നിന്ന് പഠിക്കുന്നു, അതൊക്കെ തന്നെ. എന്നിരുന്നാലും നമ്മൾ കൊച്ചുകുട്ടികളാണ്, നിങ്ങൾക്ക് മൊബൈലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ക്ലാസ്സിൽ ഇത് തന്നെയാണ്, ആ സംവിധാനമായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചർമാർ ഏത് ക്ലാസ്സിൽ പോയാലും എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. പറയുന്നത് ശ്രദ്ധയോട് കേൾക്കണം, അല്ലെ? കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നും അറിയാൻ പറ്റും. 4ാം ക്ലാസ്സിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പോകുന്ന വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വിദ്യാർത്ഥികൾ എടുത്തു. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. കത്തിച്ചുവെച്ച മൺചിരാതിന്റെ മുന്നിൽ നിന്നായിരുന്നു പ്രതിജ്ഞ. പുനലൂർ സ്മൃതി അൽഷിമേഴ്സ് സെന്ററിലെ കൌൺസിലിംഗ് മേധാവി അനു സുരേഷ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുഞ്ഞു കൂട്ടുകാരുടെ ഇപ്പോഴത്തെ ശീലം എന്താണെന്നറിയാമോ? ഫോണിന്റെ ഉപയോഗം കൊണ്ട് വേണ്ടാത്ത കുറെ കൂട്ടുകാരെ സംഘടിപ്പിക്കുക. ആർസു കേക്ക് സ്റ്റുഡിയോ, അഞ്ചൽ ആൻഡ് പുനലൂർ. വേണ്ടാത്ത കുറെ കൂട്ടുകാരെ സംഘടിപ്പിച്ചിട്ട് ഇവര് തമ്മിൽ കൂടിയിട്ട് നമുക്ക് പുറത്ത് പറയാൻ കൊള്ളാത്ത വേണ്ടാത്ത കുറെ ബിഹേവിയർ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് നമ്മളെ വലിയൊരു അപകടത്തിലേക്കാണ് മക്കളെ കൊണ്ടുപോകുന്നത്. പുന്നൂർ BPC സോണിയ വർഗീസ് ആശംസകൾ അറിയിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു. രാജീവ്, നിഷ, ആശ, ജ്യോതി, രഞ്ജിനി, KG എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.